السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. ബഹുമാനമുള്ള വേദിയിലിരിക്കുന്ന SKSF ഇസ്തിഖാമയുടെ നേതാക്കളെ, ഈ സദസ്സിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബിദ്അത്ത് ഹസന ഇസ്ലാമികം തന്നെ, അതാണ് നമുക്ക് പറയാനുള്ളത്. അതങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ അതൊരു തഅക്കീദ് ചെയ്യുന്ന പ്രയോഗമാണല്ലോ തന്നെ എന്ന് പറയുമ്പോൾ. ബിദ്അത്ത് ഹസന ഇസ്ലാമികം എന്ന് മാത്രമല്ല, മറിച്ച് ബിദ്അത്ത് ഹസന ഇസ്ലാമികം തന്നെ എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ തന്നെ എന്ന് പറയുന്നത്? ബിദ്അത്ത് ഹസനയെ അനിസ്ലാമികമാണെന്ന് പറയുന്ന ഒരു വാദം ഇവിടെ ഉണ്ട്. അത് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ ആ വാദം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ബിദ്അത്ത് ഹസനക്ക് ആ വാദം ഉന്നയിക്കുന്ന, അഥവാ ബിദ്അത്ത് ഹസന ഇസ്ലാമികമല്ല എന്ന വാദം ഉന്നയിക്കുന്ന ആളുകൾ ഒരു അർത്ഥം വെക്കാറുണ്ട് മലയാളത്തിൽ. എന്താണ്? നല്ല നായ്ക്കാട്ടം എന്ന് കേട്ടില്ല? നല്ല നായ്ക്കാട്ടം, നല്ല നായ്ക്കാട്ടം ഒരു നായ്ക്കാട്ടുണ്ടോ? അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അനാചാരം. അപ്പൊ പിന്നെ ബിദ്അത്ത് ഹസന എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല അനാചാരം എന്ന് അർത്ഥം വെക്കാം. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്, അല്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് സമൂഹത്തെ എത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ ഭാഷയിൽ നമ്മൾ പറയുന്നത് ബിദ്അത്ത് ഹസന ഇസ്ലാമികം തന്നെ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ബിദ്അത്ത് ഹസന ഇസ്ലാമികം തന്നെ. അപ്പൊ ആദ്യമായിട്ട് രണ്ട് ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. രണ്ടും പ്രസക്തമായ ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല. ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു തആല അൻഹു പോലുള്ള സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്. അപ്പൊ എല്ലാ ബിദ്അത്തും പിഴച്ചതാവുമ്പോ പിന്നെ എങ്ങനെയാണ് ബിദ്അത്ത് ഹസനത്ത് ഉണ്ടാകുക, നല്ല ബിദ്അത്ത് ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ വേറെ രണ്ട് ഹദീസുകളെ കൊണ്ടാണ് നമ്മൾ മറുപടി പറയുന്നത്. എന്താണ് എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് പറഞ്ഞ ആ ഹദീസിൽ പറഞ്ഞ ബിദ്അത്ത് കൊണ്ട് ഉദ്ദേശം എന്ത്? ഒന്ന്, കുല്ലു ഐനിൻ സാനിയ എന്ന ഹദീസിൽ കാണാം. കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണും വ്യഭിചാരം ചെയ്യുന്ന കണ്ണുകളാണ്. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ കണ്ണുകളും വ്യഭിചാരം ചെയ്യുന്ന കണ്ണുകളാണ് എന്നാണോ? മറിച്ച് എന്താണ് ആ കണ്ണ്? കുല്ലു ഐനിൻ തൻദുറു ഇലാ ഇംറഅത്തിൻ ബിശഹവത്തിൻ ഫഹിയ സാനിയത്തുൻ ലാ കുല്ലുൽ ഉയൂൻ. ഒരു അന്യ പെണ്ണിലേക്ക് വികാരത്തോടു കൂടി നോക്കുന്ന കണ്ണുകളല്ല എന്നതിനെ പ്രത്യേകപ്പെടുത്തണം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ, മറ്റു നബിമാരുടെ കണ്ണുകൾ, ചെറിയ കുട്ടികളുടെ കണ്ണുകൾ, മഹാന്മാരായ ഔലിയാക്കളുടെ കണ്ണുകൾ, സാലിഹീങ്ങളുടെ കണ്ണുകൾ, ഇതൊക്കെ വ്യഭിചാരം ചെയ്യുന്ന കണ്ണുകളാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കുല്ലു ഐനിൻ സാനിയത്തുൻ എന്നുള്ളിടത്ത് എങ്ങനെയാണോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, എല്ലാ കണ്ണും വ്യഭിചാരം ചെയ്യുന്ന കണ്ണാണ് എന്ന അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങനെ മനസ്സിലാക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. എന്നതുപോലെ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും എന്ന് പറഞ്ഞാൽ ഏതാണ് അതുകൊണ്ട് ഉദ്ദേശം? അത് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. ഇമാമുകളുടെ വിശദീകരണം വരുന്നതിന് മുമ്പായിട്ട് ഇമാമുകളുടെ വിശദീകരണത്തിന് ഉപോത്ബലകമായിട്ട് അവർ അടിസ്ഥാനമാക്കിയതായിരിക്കുന്ന ഹദീസ് ഇവിടെ പറയേണ്ടതുണ്ട്.
ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ വല്ലവൻ അഹ്ദസ അവൻ പുതുതായി ഉണ്ടാക്കിയാൽ, അപ്പൊ പഴയ ഒരു സംഗതി ഉണ്ടാക്കിയാൽ എന്നല്ല, പുതുതായി ഉണ്ടാക്കിയാൽ, ഫീ അംരിനാ ഹാദാ നമ്മുടെ ഈ കാര്യത്തിൽ, അഥവാ നമ്മുടെ ഈ ദീനി വിഷയത്തിൽ. ദീനി വിഷയം എന്ന് പറയുമ്പോൾ വെറും ഇബാദത്ത് മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. ദീനി വിഷയം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് മാത്രമാണ് ദീന്. ബാക്കിയുള്ള മുആമലാത്തുകളും കാര്യങ്ങളും നമ്മുടെ ഭൗതികമായ ജീവിത രീതികളിലൊന്നും ദീനില്ല. അതിലൊക്കെ നമുക്ക് എന്തുമാവാം, പഴയതുമാവാം പുതിയതുമാവാം. അവിടെ മതത്തിനോട് യോജിച്ചതാണോ വിയോജിച്ചതാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇബാദത്തിന് മാത്രമേ ഈ പറഞ്ഞ ഹദീസ് ബാധകമുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഫി അംരിനാ ഹാദാ എന്ന് പറഞ്ഞ ദീൻ എന്തൊക്കെയാണോ അതിലെല്ലാം അത് ഉൾപ്പെട്ടു. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് അവന്റെ മേൽ തള്ളപ്പെട്ടതാണ്, സ്വീകാര്യമല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിദ്അത്തിനെ ശരിക്ക് ഏതാണ് തള്ളപ്പെട്ടത് എന്നത് നിർവചിച്ചു. മൻ അഹ്ദസ, ആരെങ്കിലും പുതുതാക്കിയ. അപ്പൊ പുതിയൊരു വിഷയമായിരിക്കും, നബിയുടെ കാലത്തില്ലാത്ത പുതിയൊരു വിഷയമായിരിക്കും. എന്നിട്ട് പറയാ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത ഒന്നിനെ പുതുതാക്കിയ. അപ്പൊ രണ്ട് നിബന്ധനയാണ് ഒരു സംഗതി ചീത്ത മർദൂദായ ബിദ്അത്താവാൻ, തള്ളപ്പെട്ട ബിദ്അത്താവാൻ രണ്ടു നിബന്ധന. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. ഒന്ന്, അത് പുതുതായിരിക്കണം. രണ്ട്, അത് ദീനിൽ പെടാത്തതായിരിക്കണം. അപ്പൊ പുതിയൊരു കാര്യം വന്നു, അത് ദീനിൽ പെട്ടതാണെങ്കിലോ അത് മർദൂദായ ബിദ്അത്തല്ല. അതിനെ ഭാഷാപരമായിട്ട് പുതിയത് എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയാം. ബിദ്അത്തിന്റെ ഭാഷാർത്ഥം പുതിയത് എന്നാണ്. ശർഈയായ അർത്ഥം അനാചാരം എന്നാണ്, അല്ലെങ്കിൽ പുത്തനാശയം എന്നാണ്. അപ്പോ ഭാഷാപരമായിട്ട് അത് പുതിയൊരു കാര്യമാണ്, പക്ഷെ അത് മതത്തിൽ പെട്ടതുമാണ്. അതെങ്ങനെ മതത്തിൽ പെട്ടതാവുക? അതും ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ഒരു കാര്യം മതത്തിൽ പെട്ടതല്ലെങ്കിൽ അത് തള്ളപ്പെട്ടതാണ്. അപ്പൊ പുതിയൊരു കാര്യം മതത്തിൽ പെട്ടതാണെങ്കിലോ അത് തള്ളപ്പെട്ടതല്ല. അതാണ് ബിദ്അത്ത് ഹസനത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ നിന്നുള്ള ഒരു ഉദ്ധരണി നമ്മൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. ബിദ്അത്ത് ഹസനത്ത് എന്നതിനെ നല്ല അനാചാരം എന്ന അർത്ഥം വെക്കുന്ന ആളുകൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഇമാമുകൾ പറഞ്ഞു, ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു അലാ ദാലിക ഫാഇലുഹാ. അമലുൽ മൗലിദ് എന്ന ആ നാമത്തിൽ അറിയപ്പെടുന്ന ഈ കർമ്മം അത് ബിദ്അത്ത് ഹസനത്താണ്. യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ ആ ഇബാറത്തിനെ മലയാളീകരിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കുന്ന ആളുകൾ അതിനെ ഇൻ ബ്രാക്കറ്റിന് കൊടുക്കുന്നത് ബിദ്അത്ത് ഹസനത്ത് എന്ന അനാചാരം എന്നാണ്. എന്തൊരു അനാചാരമാണെങ്കിൽ എങ്ങനെയാണ് യുസാബു അലാ ദാലിക ഫാഇലുഹാ എന്ന് പറയാൻ പറ്റും? പ്രതിഫലം കൊടുക്കപ്പെടുന്ന അനാചാരം ഉണ്ടാവും. സംഗതി അനാചാരമാണെങ്കിൽ എന്നാ പരലോകത്തുനിന്ന് കൂലി കിട്ടും ചെയ്യും. എന്താണ് ഈ പറയുന്നത്? അപ്പൊ ആ ട്രാൻസ്ലേഷൻ, ആ പരിഭാഷ അപകടകരമായ തെറ്റായ പരിഭാഷയാണ്. അങ്ങനെ അവരെ ഒരു ഇമാമുകൾ ഉദ്ദേശിക്കാത്ത, ഇമാമുകൾ പറഞ്ഞതിന് വിരുദ്ധമായ അർത്ഥം തന്നെ അവർ കൊടുക്കാൻ കാരണം എന്താണ്? അത് അവരുടെ മനസ്സിന്റെ അസുഖമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിന്റെ അസുഖങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത്. അസഹിഷ്ണുത അതായത് മറ്റുള്ളവരോട് വല്ലാത്ത ഒരു ഈർഷ്യതയും ദേഷ്യവും വിദ്വേഷവും. ഏത് കാലത്തെ പുത്തൻവാദത്തിന്റെ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അവർക്ക് സ്വാലിഹ്യങ്ങളോട്, മഹാന്മാരോട്, മഹാന്മാരെ അനുധാവനം അവരുടെ പാത സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളോട് അടങ്ങാത്ത അമർഷമുണ്ടാവും. പ്രത്യേകിച്ച് ഉലമാക്കളോട് അവർക്ക് അടങ്ങാത്ത വിദ്വേഷമുണ്ടാവും.
അസഹിഷ്ണുതയുടെ അതിന്റെ പര്യായമായിരിക്കും അവരെല്ലാവരും. ഏത് കാലത്തെ ഏത് തരത്തിലുള്ള ബിദ്അത്തിന്റെ അഹ്ലുകാരെ നമ്മൾ പരിശോധിച്ചാലും, ആധുനിക കാലത്ത് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നദ്വത്തുൽ മുജാഹിദീന്റെ ഏത് കക്ഷികൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ആലിമീങ്ങളോട് അവർക്ക് അടങ്ങാത്ത വിദ്വേഷമായിരിക്കും, ഔലിയാക്കളോട് അടങ്ങാത്ത പരിഹാസമായിരിക്കും. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലും പരിഹസിച്ചുകൊണ്ട് പദ്യമെഴുതി പ്രസിദ്ധീകരിച്ച അൽമനാർ മാസികയുടെ ഉടമകളാണ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടു വിസ്ഡം ഗ്രൂപ്പ് മുജാഹിദുകൾ. വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് നദ്വത്തുൽ മുജാഹിദീനിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടതോ ആയി കടന്നു വന്ന പുതിയ ഗ്രൂപ്പാണ് വിസ്ഡം ഗ്രൂപ്പ് മുജാഹിദ്. ആ വിസ്ഡം ഗ്രൂപ്പ് മുജാഹിദിന്റെ, അതിന് ജിന്ന് മുജാഹിദുകൾ എന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. കാരണം ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ അടിസ്ഥാന രൂപീകരണവും അവരുടെ എല്ലാ വിശദാംശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജിന്ന് വിഭാഗം മുജാഹിദുകൾ അല്ലെങ്കിൽ ജിന്നൂരികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ഒരാൾ, ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ, അയാളിപ്പോ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ അദ്ദേഹം എഴുതി, മുസ്ലിമീങ്ങൾ ആഗോളതലത്തിൽ നബിദിനം ആഘോഷിച്ചു എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചാണ് എഴുതുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് പറയണ്ട, ഒരു വിഭാഗം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബഹുസ്വര സമൂഹം പോലും നബിദിനാഘോഷത്തെ ഇന്ന് അതിനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അടയാളമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വിശാലതയില്ലാത്ത വിധം ചുരുങ്ങിപ്പോയ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന തരത്തിലുള്ളതായ ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതൊക്കെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഒരു തരത്തിലുള്ള രോഗമാണ്. ഇപ്പൊ ചേകനൂര് ഇവിടെ നിസ്കരിക്കാറില്ല, മൂന്ന് വക്ത് മാത്രമേ നിസ്കരിക്കുള്ളൂ, 2 വക്ത് നിസ്കരിക്കൂല എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പൊ ചേകനൂരിന്റെ ആളുകൾ പറയാണ് 5 വക്ത് നിസ്കരിക്കുന്നത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണ്, എല്ലാവരും അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ തരത്തിൽ ആണ് ഇവിടുത്തെ മുജാഹിദുകളുടെ സ്വഭാവം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു. അപ്പൊ ബിദ്അത്തിനെ സംബന്ധിച്ച് അത് പുതിയ ഒരു കാര്യമാവുക, അതോടൊപ്പം തന്നെ മതത്തിൽപ്പെട്ടതാവുക എന്ന നിബന്ധന പാലിക്കാതിരിക്കുക, ഇത് രണ്ടും കൂടുമ്പോഴാണ് ചീത്ത ബിദ്അത്ത്. അല്ലാത്തൊരു പുതിയ കാര്യം, പുതിയത് എന്ന അർത്ഥത്തിൽ അതിനെ ബിദ്അത്ത് എന്ന് പറയാം, പക്ഷെ അത് നല്ല കാര്യമാണ്. ബിദ്അത്ത് ഹസന, ബിദ്അത്ത് ഹസനത്തിന്റെ സ്വഭാവം എന്താണ്? യുസാബു അലാ ദാലിക ഫായിലുഹ, അത് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല പറയാണ്. അൽ ബിദ്അത്തു ഫി ശർഇ, ശർഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇഹ്ദാസു മാ ലം യകുൻ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ, എല്ലാ ജൂൺ മാസത്തിലും സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുക. അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. എന്താ അതിനെപ്പറ്റി? ഭാഷാപരമായിട്ട് അത് ബിദ്അത്താണെങ്കിലും ആ ബിദ്അത്തിനെ ഹറാമായ ബിദ്അത്ത് അല്ലെങ്കിൽ പിഴച്ച ബിദ്അത്ത് എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് വഹിയ മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വഖബീഹ, അത് നല്ല ബിദ്അത്തുമാവാം ചീത്ത ബിദ്അത്തുമാവാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബുൽ ഖവാഇദിൽ ബിദ്അത്തിനെ 5 ആയിട്ട് ഓഹരി വെച്ചിട്ടുണ്ട്. അൽ ബിദ്അത്ത് എന്ന് അതിനെ ഉദ്ധരിക്കുകയാണ്. അൽ ബിദ്അത്തു മുൻഖസിമത്തുൻ ഇലാ വാജിബത്തിൻ വ മുഹറമത്തിൻ വ മൻദൂബത്തിൻ വ മക്റൂഹത്തിൻ വ മുബാഹത്തിൻ. ബിദ്അത്ത് ഒറ്റടിക്ക് അനാചാരമല്ല. ബിദ്അത്ത് അഥവാ പുതിയ കാര്യങ്ങള്, അത് വാജിബായ കാര്യങ്ങളുണ്ട്, ഹറാമായ കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്, കറാഹത്തായ കാര്യങ്ങളുണ്ട്, മുബാഹായ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഒരു നിയമം പറയുന്നു. ഒരു പുതിയ വിഷയം നമ്മുടെ മുമ്പിൽ വന്നു. ആ വിഷയം ദീനിന്റെ ഖാഇദകളിൽ നിന്ന്
ഏതു ഖാഇദയിലാണ് ഇത് ഉൾപ്പെടുക എന്ന് പരിശോധിക്കണം. നിർബന്ധമാകുന്ന ഖാഇദയിലാണ് ഉൾപ്പെടുന്നത്, എന്നാൽ അത് നിർബന്ധമായിരിക്കും. സുന്നത്തായ തത്വത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്, എന്നാൽ അത് സുന്നത്ത് പ്രതിഫലം ലഭിക്കുന്ന സുന്നത്തായിരിക്കും. ഹറാമായ വിഷയത്തിലാണ് ഉൾപ്പെടുന്നത് എങ്കിൽ അത് ഹറാമായിരിക്കും. കറാഹത്തായ കാര്യത്തിലാണ് ഉൾപ്പെടുക എന്നെങ്കിൽ അത് കറാഹത്തായിരിക്കും. മുബാഹായ കാര്യത്തിലാണ് ഉൾപ്പെടുക എന്നെങ്കിൽ അത് മുബാഹായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കറാഹത്തും ഹറാമുമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് മർദൂദായ ബിദ്അത്ത്, തള്ളപ്പെട്ട ബിദ്അത്ത് അല്ലെങ്കിൽ അനാചാരം എന്ന് പറയുക. അതേ സമയത്ത് വാജിബായതോ സുന്നത്തോ ആണെങ്കിൽ, അതല്ലെങ്കിൽ മുബാഹ് അനുവദനീയമോ ആണെങ്കിൽ അതൊരിക്കലും തന്നെ ചീത്ത ബിദ്അത്തല്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറയാം. വാജിബായ ബിദ്അത്തുകൾ, ഉദാഹരണം ഇപ്പോ വ്യാകരണം, അറബി വ്യാകരണം പഠിക്കുക, പഠിപ്പിക്കുക, അതിൽ ഗ്രന്ഥം രചിക്കുക, ഇതൊന്നും നബിയുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല, അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. പക്ഷേ ഇസ്ലാമിന്റെ ഖുർആനിന്റെയും ഹദീസിന്റെയും പഠനത്തിനും അതിന്റെ സംരക്ഷണത്തിനും അത് നിർബന്ധമാണ്. നിർബന്ധമായതിന് ആവശ്യവും നിർബന്ധമാണ്. അതുകൊണ്ട് നെഹ്വു പഠിക്കൽ ഫർദ് കിഫയാണ്. അതുകൊണ്ട് അത് ഫർദായ വാജിബായ ബിദ്അത്താകുന്നു. നെഹ്വു പഠിക്കുക എന്നുള്ളത് വാജിബായ ബിദ്അത്താണെന്നാ പറയുന്നത്. ഒരു ഉദാഹരണം. ഇനി ഹറാമായ ബിദ്അത്തുകൾ, പുത്തൻവാദങ്ങൾ, വഹാബിസം, മൗദൂദിസം, ഇതൊക്കെ ഹറാമായ ബിദ്അത്തുകളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ബിദ്അത്തുകൾ, ഹറാമായ ബിദ്അത്ത് എന്ന് പറയുന്നത് വഹാബിസവും മൗദൂദിസവും മുഅ്തസിലിസവും ജബരീസവും ഖദരീസവും ഷിയായിസവും ഒക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ യാത്രക്കാരായ ആളുകളിൽ നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ട് അവരുടെ ധനം അപഹരിക്കുക പോലുള്ള രാജാക്കന്മാരുടെ നടപടികൾ, ഇതൊക്കെ നബിയുടെ കാലത്തില്ലാത്ത പിൽക്കാലത്ത് വന്നതാണ്. പക്ഷെ അത് ഹറാമായ ബിദ്അത്തുകളാണ്. ഇനി സുന്നത്തായ ബിദ്അത്തുകളുണ്ട്. സുന്നത്തായ ബിദ്അത്തുകൾ പെട്ടതാണ് വഴിയാത്രക്കാർക്ക് സത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഇൽമ് പഠിക്കുവാൻ വേണ്ടി മദ്രസ സംവിധാനം ഒരുക്കുക. ഇത് നബിയുടെ കാലത്തില്ല. ഞാൻ മുമ്പൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയത്ത് മദ്രസ അത് സുന്നത്തായ ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞപ്പോ, സുന്നത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ലഭിക്കുന്ന ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിക്കാം, അതിപ്പോ മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ചുമരല്ലേ? അല്ല, 4 ചുമരില്ലെങ്കിലും മദ്രസ മദ്രസയാവും. മദ്രസയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും മദ്രസ മദ്രസ തന്നെയാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക സിലബസ്, പ്രത്യേക സമയം, പ്രത്യേക കരിക്കുലം, അധ്യാപകർ, പരീക്ഷയിൽ ജയിച്ചവർക്ക് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ, ഇത്ര പോർഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമങ്ങൾ, അത് പഠിച്ചെങ്കിലേ അടുത്ത പാഠം എടുത്തു കൊടുക്കുള്ളൂ എന്നുള്ളത്, ഹാജർ, ജയിക്കല്, തോൽക്കല്, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുടെ ഒരു മിശ്രിതമാണ് മദ്രസ എന്ന് പറയുന്നത്. കേവലം 4 ചുമരല്ല. ചുമരിനെ പറ്റിയല്ല മദ്രസ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള സംവിധാനത്തെ സംബന്ധിച്ചാണ് മദ്രസ എന്ന് പറയുന്നത്. അപ്പോ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, മദ്രസകൾ ഉണ്ടാക്കുക, ആദ്യമകാലത്ത് അറിയപ്പെടാത്ത ഏത് നല്ല പ്രവർത്തനങ്ങളും അതിൽപ്പെട്ടാണ് തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി. തറാവീഹ് നിസ്കാരത്തിൽ എന്താണ് സംഭവിച്ചത്? 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുമായിട്ട് ഖലീഫയല്ലാത്ത ഒരു ഇമാമിനെ ഇമാമായിട്ട് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് കൂടുക. മദീനത്തെ പള്ളി മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുക. ഇങ്ങനെ നബിയുടെ കാലത്തില്ലാത്ത ഒരുപാട് പ്രക്രിയകൾ അന്നുണ്ടായിട്ടുണ്ട്. സാധാരണ മദീനത്തെ പള്ളിയിൽ ഖലീഫയാണ് ഇമാമായി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇമാം, നിസ്കാരങ്ങൾക്കുള്ള ഇമാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ഇമാം. പക്ഷേ തറാവീഹിന് മാത്രം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമാക്കി. അത് പുതിയ നടപടിയാണ്. അത് തന്നെ 20 റക്അത്ത് എന്നുള്ളത് നിജമാക്കി. വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് 1 മുതൽ 11 വരെ നിസ്കരിക്കാം, 13 എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ 3 റക്അത്തായിട്ട് അതിനെ ഒരു ജനറലായിട്ട് 3 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ള രീതി കൊണ്ടുവന്നു. പള്ളി പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമാക്കി. ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ ഒരു ഹയ്യത്ത് ഖദാഇയ്യകൾ, പ്രത്യേകമായ രീതികൾ, പ്രത്യേകമായ സ്വഭാവങ്ങൾ കൊണ്ട് പുനരാരംഭിച്ചു. ഈ പുനരാരംഭിച്ച തറാവീഹിനെ അത് ബിദ്അത്താണ്. ഭാഷാപരമായിട്ട് അത് ബിദ്അത്താണ്. അതിനെ സംബന്ധിച്ച് അറബി ഭാഷയുടെ ഒരു വാക്ക് എന്ന നിലക്ക് അത് ബിദ്അത്ത് എന്ന് പറയാം.
പക്ഷേ അത് അനാചാരം എന്ന് പറയാൻ പറ്റുമോ? അനാചാരം എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റുമോ? പുതിയത് എന്ന അർത്ഥത്തിൽ അത് ബിദ്അത്താണ്. പക്ഷെ അനാചാരം എന്ന അർത്ഥത്തിൽ അത് ബിദ്അത്ത് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിനെ സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 14-ാമത്തെ വർഷത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 20 റക്അത്ത് തറാവീഹിനെ പുനരേകീകരിപ്പിച്ചത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി. എന്താ ഇതിനർത്ഥം? നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞാൽ ഹാദിഹി ബിദ്അത്തുൻ ഹസനത്തുൻ എന്നാണ് ഇതിനർത്ഥം. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്താ ഇതിനർത്ഥം? ഹാദിഹി ബിദ്അത്തുൻ ഹസന. തറാവീഹ് സ്വഹാബിമാർ നിർവഹിച്ചത് ബിദ്അത്ത് ഹസനത്താകുന്നു. ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ലതായിക്കാട്ടം എന്നാണെങ്കിൽ ഹിജ്റ 14-ാമത്തെ വർഷത്ത് മുതൽക്ക് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു നേതൃത്വത്തിന് സഹാബിമാർ കുന്നാ നഖൂമു ഫി അഹദി അല്ലെങ്കിൽ ഫി സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബി 20 റക്അത്തൻ അല്ലെങ്കിൽ ബി 23 റക്അത്തൻ 20ഉം 3ഉം 23 റക്അത്ത് കൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നല്ലതായിക്കാട്ടം എന്നാണ് അർത്ഥം വെക്കേണ്ടത്? അല്ലെങ്കിൽ നല്ല അനാചാരം എന്നാണ് അർത്ഥം വെക്കേണ്ടത്? പിന്നെന്താ അർത്ഥം വെക്കേണ്ടത്? നല്ല ആചാരം എന്നാണ് അർത്ഥം. നല്ല നവ ആചാരം, അങ്ങനെയാണ്. നല്ല നവ ആചാരം, അല്ലാതെ നല്ല അനാചാരം എന്നല്ല. അപ്പൊ അത് സുന്നത്തായ ബിദ്അത്തിന് ഉദാഹരണം. കറാഹത്തായ സുന്നത്തായ വേറെയും ബിദ്അത്തിന് ഉദാഹരണം ജംഉൽ മഹാഫിലിൽ ഇസ്തിദ്ലാൽ, ദീനിന്റെ തെളിവുകൾ നിരത്തുവാൻ വേണ്ടി സദസ്സുകൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതും സുന്നത്തായ ബിദ്അത്താണ്. ഇനി കറാഹത്തായ ബിദ്അത്തുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പള്ളികൾ അല്ലെങ്കിൽ പള്ളികൾ സുഖ്റുഫത്ത്, പള്ളികൾ മോടി പിടിപ്പിക്കുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കറാഹത്തായ ബിദ്അത്തുകളാണ്. ഹലാലായ മുബാഹായ ബിദ്അത്തുകളുണ്ട്. അൽ മുസാഫഹത്തു അഖിബ സുബ്ഹി വൽ അസ്ർ, സുബ്ഹിന്റെയും അസ്റിന്റെയും ഉടനെ ഹസ്തദാനം ചെയ്യുക, അതൊക്കെ അതിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലത്, പിന്നീട് ഉണ്ടായതാണ്. التوسع في اللذيذ من المآكل والمشارب والملابس والمساكن ولبس الطيالسة وتوسيع الأكبار, വസ്ത്രധാരണത്തിലും ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലുമൊക്കെ കൂടുതൽ വിശാലത കാണിക്കുക, കൂടുതൽ ആനന്ദകരമായ രുചികരമായ ഭക്ഷണ സദ്യകൾ ഉണ്ടാക്കുക, അതൊക്കെ മുബാഹായ ബിദ്അത്തുകളാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പോ ഇതൊക്കെ അപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള ബിദ്അത്തുകളുണ്ട്. ഇതിൽ നിന്ന് വാജിബായ ഖാഇദകളോട് യോജിച്ചത് വാജിബായ ബിദ്അത്തുകളായിരിക്കും. സുന്നത്തിന്റെ ഖാഇദകളോട് യോജിച്ചതാണെങ്കിൽ സുന്നത്തായ ബിദ്അത്തായിരിക്കും. ഹറാമിന്റെ ഖാഇദകളോട് യോജിച്ചതാണെങ്കിൽ ഹറാമായ ബിദ്അത്തുകളായിരിക്കും. മുബാഹിന്റെ ഖാഇദകളോട് യോജിച്ചതാണെങ്കിൽ മുബാഹായ ബിദ്അത്തുകളായിരിക്കും. പിന്നെ ഏതാ ഒന്നും കൂടിയില്ലല്ലോ, സുന്നത്തിന്റെ ഖാഇദകളോട് യോജിച്ചതാണെങ്കിൽ സുന്നത്തായ ബിദ്അത്തുകളായിരിക്കും. അല്ലാതെ എല്ലാ ബിദ്അത്തും അനിസ്ലാമിക് എന്ന് പറയാൻ പറ്റൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസിൽ വെച്ചിട്ടാണ് ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നത്. ഒരു കാര്യം പുതുതാവുക, എന്നാൽ അത് മതത്തിൽ പെട്ടതാവാതിരിക്കുക. അപ്പൊ ഒരു കാര്യം പുതിയതാണ്, പക്ഷേ മതത്തിനോട് യോജിച്ചതാണ്. അപ്പൊ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഇതിന്റെ മാനദണ്ഡം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു കാര്യം പുതിയതാണോ പുതിയതാണല്ലേ എന്നുള്ളതല്ല. പുതിയതാവട്ടെ പഴയതാവട്ടെ, അത് ദീനിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ. ഒന്നും കൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ, മതത്തിനോട് യോജിച്ചതാണോ എന്നാൽ അത് നല്ലതാണ്, മതത്തിനോട് യോജിച്ചതല്ലേ എന്നാൽ അത് ചീത്തതാണ്. ഇങ്ങനെയാണ് ബിദ്അത്തിനെ ഇസ്ലാമികമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മാനദണ്ഡം. അത് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയാം. എന്താണ് ഷാഫി ഇമാം പറയുന്നത്? അൽ മുഹ്ദസാത്തു, പുതിയ കാര്യങ്ങൾ, ദർബാനി, 2 വിധമുണ്ട്. അഹദുഹുമാ, അതിൽ നിന്ന് ഒന്ന്, മാ ഉഹദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ കിതാബിനോടോ സുന്നത്തിനോടോ സ്വഹാബത്തിന്റെ അസറിനോടോ മുജ്തഹിദീങ്ങളുടെ ഇജ്മാഇനോടോ എതിരായ കാര്യമായി എതിരായിട്ട് പുതുതാക്കപ്പെട്ടത്, ഫഹാദിഹി അൽ ബിദ്അത്തു ളലാൽ, അതാണ് പിഴച്ച ബിദ്അത്ത്. അതേ സമയത്ത് രണ്ടാമത്തേത് മാ ഉഹദിസ മിനൽ ഖൈർ, പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല കാര്യം. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിനൽ ഉലമാ, ഒരു ഉലമാക്കൾക്കും അതിൽ ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിനൽ അദില്ല, മേൽ പറഞ്ഞ ദലീലുകളിൽ നിന്ന് ഒന്നിനോടും അതിൽ എതിരില്ല.
വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, അങ്ങനെയുള്ള ഇത് മോശമായ ബിദ്അത്തല്ല എന്നാണ് ഷാഫി ഇമാം പറയുന്നത്. എന്നിട്ട് അതിന് ഷാഫി ഇമാം തന്നെ തെളിവായി ഉദ്ധരിക്കുന്നത് എന്താണ്? വഖദ് ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫീ ഖിയാമി ശഹ്രി റമളാൻ, റമളാൻ മാസത്തെ തറാവീഹിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്നല്ലേ. എന്താ അത് നല്ല ബിദ്അത്താവാൻ കാരണം? അതിൽ ഖുർആനിനോട് എതിരില്ല, ഹദീസിനോട് എതിരില്ല. സ്വഹാബത്തിന്റെ അസർ എന്ന് പറഞ്ഞാൽ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും, അതിനോട് എതിരില്ല. ഇജ്മാഇനോടും എതിരില്ല. മറിച്ച് എതിരില്ല എന്ന് മാത്രമല്ല, യോജിപ്പാനുള്ളത്. അതുകൊണ്ട് അത് നല്ല ഹസനത്തായ ബിദ്അത്താകുന്നു. അപ്പൊ ഹസനത്തായ ബിദ്അത്ത് ഇസ്ലാമികം തന്നെയാണ് എന്ന്, അല്ലാതെ നല്ല നായിക്കാട്ടല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന് പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ആ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞു, കുല്ലു ഐനിൻ സാനിയത്ത് എന്ന് പറയുന്ന മാതിരിയാണ്. എല്ലാ കണ്ണും വ്യഭിചരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാ കണ്ണും വ്യഭിചരിക്കുന്ന അർത്ഥത്തിനാ അല്ലല്ലോ. ഇപ്പൊ കണ്ണുട്ടന്മാരെ കണ്ണൊക്കെ വ്യഭിചരിക്കും? കണ്ണുട്ടന്മാർക്ക് കണ്ണിന് വ്യഭിചരിക്കാൻ കഴിയുമോ? ഈ പറഞ്ഞ വ്യഭിചാരം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ എല്ലാ കണ്ണും വ്യഭിചരിക്കുന്നതാണെന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞ എന്താ? അപ്പൊ അതിന് തഖ്സീസ് ചെയ്യണം. എന്നതുപോലെ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താന്ന് പറഞ്ഞാൽ ഹാദാ ആമുൻ മഖ്സൂസ്, ഇത് ലഫ്ള് ആമാണെങ്കിലും പക്ഷേ അതിന്റെ ഉദ്ദേശം ഒരു പ്രത്യേക ബിദ്അത്തിനെ സംബന്ധിച്ചാണ്, എല്ലാ ബിദ്അത്തിനെ കുറിച്ചുമല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് ബിദ്അത്ത് 5 തരമുണ്ട്. വാജിബായ ബിദ്അത്തുണ്ട്, സുന്നത്തായ ബിദ്അത്തുണ്ട്, ഹറാമായ ബിദ്അത്തുണ്ട്, കറാഹത്തായ ബിദ്അത്തുണ്ട്, മുബാഹായ ബിദ്അത്തുണ്ട് എന്നെല്ലാം വിശദീകരിച്ചിട്ട് വാജിബായ ബിദ്അത്ത്, സുന്നത്തായ ബിദ്അത്ത്, മുബാഹായ ബിദ്അത്ത് ഇത് മൂന്നും നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ്. അതേസമയത്ത് ഹറാമായ ബിദ്അത്തും കറാഹത്തായ ബിദ്അത്തുമാണ് ചീത്ത ബിദ്അത്തുകൾ എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. ശറഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്, നേരത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ വിശദീകരിച്ചത് നമ്മൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, വയുഅയ്യിദു മാ ഖുൽനാഹു, നാം ഈ പറഞ്ഞ ഈ വിശദീകരണത്തിനെ ബലപ്പെടുത്തുന്നതാണ് ഖൗലു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. എന്താണ്? ഫി തറാവീഹി, തറാവീഹിനെ സംബന്ധിച്ച് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഈ തറാവീഹിനെ ഒരുമിച്ച് കൂട്ടിയത് നല്ല ബിദ്അത്താകുന്നു. അപ്പൊ തറാവീഹിനെ സംബന്ധിച്ച് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ നല്ല ബിദ്അത്തുകൾ, ഹസനത്തായ ബിദ്അത്തുകൾ ഇസ്ലാമികം ആണ്. അതൊരിക്കലും തന്നെ തെറ്റല്ല, അനിസ്ലാമികമല്ല. ബഹുമാനപ്പെട്ടവർ പറയാണ് കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞ കുല്ല്, എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന് പറഞ്ഞത് യദ്ഖുലുഹു അത്തഖ്സീസു, അതിൽ തഖ്സീസ് പ്രവേശിക്കും. മഅദാലിക കുല്ല് എന്ന വാക്ക് ഉപയോഗിച്ചാൽ തന്നെയും അതിൽ തഖ്സീസ് പ്രവേശിക്കും. കുല്ലുണ്ടല്ലോ, ഇനി തഖ്സീസാക്കാൻ പറ്റൂല എന്ന ചില ആൾക്കാരുടെ വാദം. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് റസൂൽ പറഞ്ഞല്ലോ, പിന്നെ ചിലത് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിനെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താണ്? ബൽ യദ്ഖുലുഹു തഖ്സീസു മഅദാലിക, കുല്ല് അതിലുണ്ടെങ്കിലും തഖ്സീസ് പ്രവേശിക്കും. ഏതുപോലെ? കഖൗലിഹി തആല തുദമ്മിറു കുല്ല ശൈഇൻ, ആദ് സമൂഹത്തിന്റെ മേൽ അള്ളാഹു ഇറക്കിയ കൊടുംകാറ്റിനെ സംബന്ധിച്ച് പറയാണ്, തുദമ്മിറു കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും തകർത്തെറിയും. എല്ലാ വസ്തുക്കളെയും തകർത്തെറിഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എത്ര വസ്തുക്കളുണ്ട്? അർശുണ്ട്, കുർസിയുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്. ഭൂമിയിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് ആദ് കബീലക്കാർക്ക് ഇറക്കി കൊടുത്ത ആ കൊടുങ്കാറ്റ് അവിടെ ചില നാശനഷ്ടങ്ങൾ വരുത്തിയെന്നല്ലാതെ ലോകം മുഴുവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കുല്ലു ശൈഇൻ എന്ന് പറഞ്ഞാൽ ആ കുല്ലിനെ അവിടേക്ക് മാത്രം ഖാസ് എന്ന് വെക്കണം, അല്ലാതെ ലോകത്തെ മുഴുവൻ കുല്ലു ശൈഇൻ അല്ലാത്ത എല്ലാ വസ്തുക്കളും പെടുന്നല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ആ കുല്ലു ശൈഇന്റെ അതേ ആം അവിടെ വെക്കാൻ പറ്റൂല. അപ്പൊ അവിടെ കുല്ലു ശൈഇൻ എന്ന് പറഞ്ഞതിനെ തഖ്സീസാക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞ കുല്ലിനെയും തഖ്സീസാക്കണമെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിന്റെ 6-ാം വാള്യം 155-ാമത്തെ പേജിൽ പറയുന്നത്. അപ്പൊ ബിദ്അത്ത് ഹസന ഇസ്ലാമികമാണ്. ഇനി അത് തർക്കമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അബ്ദുറഹ്മാൻ മൗലവി എഴുതിയ ഇബ്രാഹിം മൗലവി എഴുതിയ ഒരു പുസ്തകത്തിൽ വായിച്ചു. അതിൽ അയാൾ പറയണെന്ന് വെച്ചാല് സംഗതി അത് നബിദിനാഘോഷം ബിദ്അത്ത് ഹസനത്താണെന്ന് ഇമാമിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആൾക്കാർ അത് അല്ല തെറ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബിദ്അത്ത് ഹസനത്താണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം?
ഇമാം അബൂ ശാമ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ ബാഇസിൽ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസിൽ പറയുകയാണ്. അതിനെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുബീനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുബീനിൽ ഉദ്ധരിച്ചതിനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി ഇയാനത്തു ത്വാലിബീനിലും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഫൽ ബിദഉൽ ഹസനതു, ബിദ്അത്ത് ഹസനത്ത് മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ. ബിദ്അത്ത് ഹസനത്ത് പ്രവർത്തിക്കൽ ജായിസ് ആണെന്നുള്ളതിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ല, തർക്കമില്ലാത്ത വിഷയം. വൽ ഇസ്തിഹ്ബാബി ലഹാ, അത് സുന്നത്താണെന്നുള്ള വിഷയത്തിലും തർക്കമില്ല. വറജാഇ സവാബി ലിമൻ ഹസനത്ത് നിയ്യതുഹു ഫീഹാ, ബിദ്അത്ത് ഹസനത്തിൽ നിയ്യത്ത് നല്ലതായ ആൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാം എന്നുള്ളതിലും തർക്കമില്ല. കണ്ടോ? അതേതാണ് ആ ബിദ്അത്ത് ഹസനത്ത്? വഹിയ കുല്ലു മുബ്തദഇൻ മുവാഫിഖിൻ ലിഖവാഇദി ശരീഅ ഗൈരി മുഖാലിഫിൻ ലിശൈഇൻ മിൻഹാ. പരിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങളോട് യോജിച്ച പുതിയ കാര്യങ്ങളാണ്, വിയോജിപ്പില്ലാത്ത പുതിയ കാര്യങ്ങൾ. അത് സുന്നത്താണെന്നുള്ളത് തർക്കമില്ല, ജായിസാന്നുള്ളതിലും തർക്കമില്ല, അതിന് പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുമെന്നുള്ളതിലും തർക്കമില്ലാത്ത വിധം ഏകോപിച്ച ഒറ്റക്കെട്ടായി പണ്ഡിത ലോകത്ത് അഭിപ്രായമുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് തർക്കം ഉണ്ടാകുന്നത്? അത് തർക്കമില്ലാത്ത വിഷയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എല്ലാ പുതിയതും അത് അനാചാരമാണ് എന്ന് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നുള്ള ആ ഹദീസിനെ വെച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾ പറയുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? വമിനൽ ജഹലതി, വിഡ്ഢികൾ, വിവരമില്ലാത്ത വിവരദോഷികളുടെ ഏർപ്പാടാണ്, അല്ലെങ്കിൽ വിവരദോഷികളിൽ പെട്ടവരാണ് മയ്യജ്അലു കുല്ല അംരിൻ ലം യകുൻ ഫീ സമനി സ്വഹാബത്തി ബിദ്അതൻ മദ്മൂമതൻ. നബിയുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലം എന്ന് പറയുമ്പോൾ നബിയുടെ കാലം കഴിഞ്ഞിട്ടാണ് സഹാബത്തിന്റെ കാലം. ആ കാലത്തില്ലാത്ത ഏത് കാര്യവും ചീത്ത ബിദ്അത്താണെന്ന് പറയുന്നവർ വിവരദോഷികളിൽപ്പെട്ടവരാണ്. അതിനവര് ഇല്ലം യകും ദലീലുൻ അലാ ഖുബഹിഹി, അത് ചീത്ത ബിദ്അത്താണെന്നുള്ളേക്ക് തെളിവൊന്നും ഇല്ലെങ്കിലും ശരി, അതിനവര് തെളിവ് പിടിക്കുന്നത് തമസ്സുകം ബി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ എന്ന ഹദീസിനെയാണ് അവര് ലക്ഷ്യം പിടിക്കുന്നത്. പക്ഷേ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശ്യം വലാ യഅലമൂന, അവർ മനസ്സിലാക്കുന്നില്ല. അന്നൽ മുറാദ ബിദാലിക, അതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഹുവ അൻ യുജഅല ഫിദ്ദീനി മാ ലൈസ മിൻഹു, ദീനിന്റെ പ്രമാണങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പുതുതായി കൊണ്ടുവരുന്നതാണ് ആ ഹദീസിൽ പരാമർശിച്ചത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഏത് പുതിയ കാര്യവും അത് മദ്മൂമത്തായ ബിദ്അത്താണ്, ചീത്ത ബിദ്അത്താണ്, അല്ലെങ്കിൽ അനാചാരമാണെന്ന് പറയുന്നവര് വിവരദോഷികളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മഖാസിദിന്റെ 2-ാം വാല്യം 271-ാമത്തെ പേജിൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന നോട്ടീസുകളിൽ, നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ബിദ്അത്തുൻ ഹസനത്തുൻ എന്ന് ഇമാമുകൾ പറഞ്ഞ ആ വാചകത്തെ സംബന്ധിച്ച് അനാചാരം എന്ന് പരിഭാഷപ്പെടുത്തുന്ന ആ ഏർപ്പാട് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തറാവീഹിനെ സംബന്ധിച്ച് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞ ആ പ്രയോഗത്തെയും ഇത് അനാചാരമാണ് എന്ന് പറയേണ്ടി വരും. അത് അപകടകരമായ അനിസ്ലാമികമായ വാദമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.